ഹായ് ഡിയേഴ്സ്, ടേസ്റ്റ് ആഫ്രിക്ക വിത്ത് ആശ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ കോട്ടയത്താണുള്ളത്. നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ഫിഷ് കറി ചെയ്യുവാണ്. അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് ഓർത്ത്. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഫിഷ് കറി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഫിഷ് കറി ചെയ്തുകൊണ്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പോവാം. ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമാണേ. മഴയൊക്കെ കുറഞ്ഞെന്നാണ് തോന്നുന്നത്. എങ്കിലും നമ്മുടെ പാടത്ത് വെള്ളമൊക്കെ ഉണ്ട്. നമ്മുടെ മീൻ പിടിക്കാൻ പോകുന്ന ചേട്ടൻ്റെ വള്ളമൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പം നല്ലൊരു ദിവസമാണ്. അപ്പോൾ നമുക്ക് ഫിഷ് കറി സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന മീൻ ഇതാണ്. ഇവിടെ കോട്ടയത്ത് കിളിമീൻ എന്ന് പറയുവേ, കിളിമീൻ. അപ്പോൾ നമുക്കിന്ന് ഇത് എങ്ങനെയാണ് കോട്ടയം സ്റ്റൈലിൽ കറി വെക്കുന്നതെന്ന് നോക്കാം. നമുക്ക് മീൻ കറി വെക്കാൻ തുടങ്ങാം. ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കാതിരുന്ന ചട്ടിയായിരുന്നു, പക്ഷേ ഞാൻ കഴുകിയെല്ലാം വൃത്തിയാക്കിയെടുത്തു. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മീനേ ഉള്ളേ, എനിക്ക് മാത്രം മതി. അത് കാരണം കുറച്ചേ കറി ഉണ്ടാക്കുന്നു. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഉലുവയാണ് ഇടുന്നത്. ഉലുവ ഒന്ന് മൂത്ത് കഴിഞ്ഞേ കടുകിട്ട് കൊടുക്കത്തുള്ളൂ. ഉലുവ മൂത്ത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിടാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ആദ്യം ചേർക്കേണ്ട ഇഞ്ചിയാണ്. അല്പം ഇഞ്ചിയുണ്ട്, ചെറിയൊരു പീസ്. പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴന്ന് വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട്. വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയുള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന മുളക് പൊടി, പിരിയൻ മുളക് പൊടി, സാദാ മുളക് പൊടി, അല്പം മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഇത്രയാണ്. അത് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവേ. അതുകൂടെ ഇട്ട് കൊടുക്കുക. എരിവ് അധികം വേണ്ട എങ്കിൽ പിരിയൻ മുളക് പൊടി മാത്രം ചേർത്താൽ മതി. എനിക്ക് എരിവ് അല്പം കൂടുതൽ വേണം. അതുകൊണ്ട് ഞാൻ സാദാ മുളക് പൊടിയും ചേർത്തേ. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. മീൻകറിയുടെ അരപ്പെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വറക്കാനുള്ള മീൻ വയ്ക്കാവേ. അപ്പം ഞാൻ അരപ്പെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പു മീൻ കൂട്ടത്തില്ല, ഇത് എനിക്ക് മാത്രമാണേ. അതുകൊണ്ട് കുറച്ച് വറുത്ത് വെക്കാം. പിന്നെ നമ്മുടെ കിച്ചൂനും കൊടുക്കണം, അതായത് നമ്മുടെ പട്ടിക്കുഞ്ഞിനും കൊടുക്കണം. അപ്പോൾ നമ്മുടെ മീനൊന്ന് ഫ്രൈ ആയി വരട്ടെ. നമ്മുടെ അരപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കുടംപുളി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ടിട്ടുണ്ട് അരപ്പെല്ലാം മൂത്ത് വന്നപ്പോൾ. ഇനി നമുക്ക് ചാറിന് വേണ്ടി അല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് പാകത്തിനായിട്ടുണ്ട്. നമ്മുടെ മീൻ ഫ്രൈ ആയി റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ മീൻ കറി ഒന്ന് റെഡിയായാൽ മതി. മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാവേ. മീൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവി എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട്. ഇത് നന്നായിട്ട് തിളച്ച് ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ഉപ്പൊന്നും കൂടെ നോക്കുന്നത്. അന്നേരം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. സാധാരണ നമ്മുടെ കുടംപുളി ഉണങ്ങുന്ന സമയത്ത്, വീടുകളിൽ ഉണങ്ങുന്ന പുളിയാണെങ്കിൽ അതിനകത്ത് ഉപ്പിട്ടാണ് ഉണങ്ങുന്നത്. ഇപ്പം നമ്മൾ ആദ്യമേ തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ മീൻ കറിക്ക് ഉപ്പ് കൂടിപ്പോവേ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഉപ്പിടാതെ തിളച്ചൊക്കെ കഴിഞ്ഞ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിടാമെന്ന് പറഞ്ഞത്. ഞാൻ അവസാനമാണ് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ അങ്ങ് പോകത്തില്ലേ തിളയ്ക്കുമ്പോൾ. ഇനി മൂടി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും.
തിളച്ച് വരുന്നുണ്ട്. നമുക്കിതൊന്ന് മൂടി വെക്കാം. നമ്മുടെ ചട്ടി കുറച്ച് വലുതാണ്. ഞാൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് കുറച്ച് വെച്ചാൽ മതിയല്ലോ. പക്ഷെ ചെറിയ ചട്ടി ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി മീൻ തിളച്ചൊന്ന് ചാറൊക്കെ ഒന്ന് വറ്റി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീൻ കറി വേകുമ്പം തന്നെ നമുക്ക് അപ്പൂന് ഇച്ചിരി പയറ് തോരൻ ഉണ്ടാക്കാവേ. അപ്പു മീൻ കഴിക്കത്തില്ല, അതുകൊണ്ട് അപ്പൂനുള്ള പയറ് തോരൻ. ചെറുപയറിന് തോരനുള്ളതാണ്. തേങ്ങാപ്പീര, അല്പം ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ഒന്ന് ഒതുക്കിയെടുത്തതാണേ. അതൊന്ന് ജസ്റ്റ് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമുക്കൊരു പകുതി വെന്ത് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളെ ഞാൻ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് കുറച്ച് ചെടികളൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് നാൾ ഉഗാണ്ടയിൽ പോയിട്ട് വന്നപ്പോൾ ചെടികളൊക്കെ നശിച്ചു പോയി. മഴയായിരുന്നു, പിന്നെ ഞാനില്ലാത്തതുകൊണ്ട് അങ്ങനെ നോക്കാൻ ആളുമില്ലായിരുന്നു. ഞാൻ വന്നതിന് ശേഷം എൻ്റെ കുറച്ച് ചെടികളൊക്കെ ഇവിടെ നിന്നൊക്കെ ഞാൻ റീപോർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വളർന്നു വരണം. ഒരുപാട് ചെടികളുണ്ടായിരുന്നേ, പക്ഷെ നല്ല രീതിയിൽ പരിചരിക്കാഞ്ഞത് കൊണ്ട് എല്ലാം നശിച്ചു. ഇനി ഇവിടെ നിൽക്കുന്ന ദിവസം ഇതെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് വേണം എനിക്ക് തിരിച്ചു പോകാനായിട്ട്. മീൻകറി റെഡി ആയിട്ടുണ്ട്. മുളകിട്ട കിളിമീൻ കറി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാൻ നേരം എടുക്കാവേ. നമ്മുടെ പയറുതോരൻ വെന്തുകൊണ്ടിരിക്കുന്ന അപ്പൂനുള്ളത്. മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചോറെടുക്കാവേ. കിളിമീൻ വറുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിളിമീനെ. ചെറുപയർ തോരൻ, ചിലയിടത്തൊക്കെ ഉപ്പേരി എന്ന് പറയും. നമ്മളിവിടെ കോട്ടയത്ത് ചെറുപയർ തോരൻ എന്നാണ് പറയുന്നത്. നമ്മുടെ മുളകിട്ട മീൻകറി, ഇച്ചിരി ഗ്രേവി ഒഴിക്കാവേ, ഇച്ചിരി മീൻ ചാറെടുക്കാം. നമ്മുടെ വൈകിട്ടത്തേക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം കേട്ടോ. ഇത് നമ്മുടെ വൈകിട്ടത്തേക്കാണ് റെഡിയാക്കിയത്. ചോറ് വൈകിട്ട് കഴിക്കാറില്ല, എങ്കിലും മീനൊക്കെ കിട്ടിയത് കാരണം നമുക്ക് വൈകിട്ട് ഇന്ന് ചോറാക്കി. മഴയില്ലാത്തത് കൊണ്ട് നല്ല ചൂടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് വൈകിട്ടത്തെ ഫുഡ് മീൻ വറുത്തൊക്കെ കൂട്ടി കഴിക്കാവേ. നമുക്ക് ഉഗാണ്ടയിൽ മീൻ അത്ര അവൈലബിൾ അല്ല, അതുകൊണ്ട് വരുമ്പോൾ മീൻ കഴിക്കണം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.